ഹലോ, ഇന്ന് നമ്മൾ കീ സോഷ്യോളജിക്കൽ കൺസെപ്റ്റ് എന്ന ഭാഗത്തെ മറ്റൊരു ടോപ്പിക്കാണ് എടുക്കുന്നത്. കൾച്ചർ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കൾച്ചർ എന്ന് പറയുന്നത്. കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് നമുക്ക് ICDSന് എക്സ്പെക്ട് ചെയ്യാം. സോ കൾച്ചർ എന്ന് പറയുന്ന ഒരു ഏരിയ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് ടേംസുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ മൂവ് ഓൺ ടു ദ ക്ലാസ്. കൾച്ചർ ഈസ് എ യുണിക് പൊസിഷൻ ഓഫ് മാൻ ആൻഡ് ആൻ ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് സൊസൈറ്റി. അല്ലെ, കൾച്ചർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ യുണിക് പൊസിഷൻ ആണ്. അല്ലെ, യുണിക് പൊസിഷൻ ഓഫ് മാന്. അത് സൊസൈറ്റിയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഇൻഎവിറ്റബിൾ പാർട്ട് ഓഫ് സൊസൈറ്റി. ദെൻ ബി മലിനോസ്കി എന്താ പറയുന്നത്? ബി മലിനോസ്കി ഈസ് എ പോളിഷ് ബോൺ സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ്. അല്ലെ, പോളിഷിൽ ജനിച്ച ഒരു സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റ് ആയിരുന്നു ബി മലിനോസ്കി. അദ്ദേഹം പറയുന്നത് കൾച്ചർ ആസ് ദ cumulative creation of man, and it is the handwork of man and the medium through which he achieved his ends. അല്ലെ, എന്താ പറയുന്നത്? കൾച്ചർ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു ക്യുമുലേറ്റീവ് ക്രിയേഷൻ ആണ്. അല്ലെ, അത് മനുഷ്യന്റെ ഹാൻഡ് വർക്കും അവന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന ഒരു മാധ്യമം കൂടിയാണ്. അത് അവന്റെ ഒരു ഹാൻഡ് വർക്കും അവന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഒരു മീഡിയം കൂടിയാണ് കൾച്ചർ എന്ന് പറയുന്നത്. ദെൻ എഡ്വാർഡ് ബി ടൈലർ, എ ഫേമസ് ഇംഗ്ലീഷ് ആന്ത്രോപോളജിസ്റ്റ്, ഡിഫൈൻ ചെയ്യുന്നത് കൾച്ചർ ആസ് ദ കോംപ്ലക്സ് ഓൾ വിച്ച് ഇൻക്ലൂഡ്സ് നോളജ്, ബിലീഫ്, ആർട്ട്, മോറൽസ്, ലോ, കസ്റ്റംസ് and any other capabilities and habits acquired by man as a member of society. ഇതിൽ എന്താ പറയുന്നത്? എഡ്വേർഡ് ബി ടൈലർ എന്താ പറയുന്നത്? ഒരു നോളേജ്, ബിലീഫ്, ആർട്ട്, മോറൽസ്, ലോ, കസ്റ്റം, സമൂഹത്തിലെ അംഗം എന്ന നിലയിൽ മനുഷ്യൻ നേടിയെടുക്കുന്ന മറ്റേതെങ്കിലും കഴിവുകളും ശീലങ്ങളും ഉൾപ്പെടുന്ന ഒരു സങ്കീർണമായ മൊത്തത്തെയാണ് എന്ത് പറയുന്നത്? കൾച്ചർ എന്ന് പറയുന്നത്. നോളേജും ബിലീഫും ആർട്ടും മോറൽസും ലോയും ഒക്കെ ഉൾപ്പെടുന്ന, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന മനുഷ്യന്റെ വളരെ സങ്കീർണമായ എല്ലാത്തിനെയുമാണ് നമ്മൾ കൾച്ചർ എന്ന് പറയുന്നത്. അടുത്ത ഡെഫിനേഷൻ നോക്കൂ. റോബർട്ട് ബിയർസ്റ്റഡ്, an American sociologist, defined culture is the complex whole that consists of all the ways we think and to do and everything we have as members of society. അല്ലെ, കൾച്ചർ എന്നത് നമ്മൾ ചിന്തിക്കുന്നതും ചെയ്യുന്നതുമായ എല്ലാ വഴികളും സമൂഹത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ നമുക്കുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കോംപ്ലക്സ് ഹോളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൾച്ചർ എന്ന് പറയുന്നത്. അല്ലെ, ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ വേസ് വി തിങ്ക്. അല്ലെ, നമ്മൾ ചിന്തിക്കുന്ന എല്ലാ വഴികളും ആൻഡ് ഡു ആൻഡ് എവ്രിതിങ് വി ഹാവ് ആസ് മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റി. ബി മലിനോസ്കിയുടെയും എഡ്വാർഡ് ബി ടൈലറിന്റെയും റോബർട്ട് ബിയർസ്റ്റഡിന്റെയും ഡെഫിനേഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിനടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൾച്ചർ. കൾച്ചറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് വൺ, കൾച്ചർ ഈസ് സോഷ്യൽ. കൾച്ചർ എന്താണ്? സോഷ്യൽ ആണ്. അടുത്തത് എന്താണ്? കൾച്ചർ ഈസ് ലേൺഡ്. അല്ലെ, കൾച്ചർ ലേൺ ചെയ്തെടുക്കുന്നതാണ്. കൾച്ചർ ഈസ് ഷെയർഡ്. അല്ലെ, നമ്മൾ ഒരാളിൽ നിന്ന് ഒരാളിലോട്ട് ഷെയർ ചെയ്യും. കൾച്ചർ ഈസ് ട്രാൻസ്മിസീവ്. അല്ലെ, ട്രാൻസ്മിസീവ്. കൾച്ചർ ഈസ് കണ്ടിന്യൂസ് ആൻഡ് ക്യുമുലേറ്റീവ്. Culture is consistent and integrated. Culture is dynamic and adaptive. Culture is gratifying. Culture varies from society to society. Culture is super organic and ideational. Okay, these are the characteristics of culture: social, learned, shared, transmissive, continuous and cumulative, consistent and integrated, dynamic and adaptive,
gratifying, varies from society to society, super organic and ideational. Okay. Then what are the elements of culture? എന്തൊക്കെയാണ് കൾച്ചറിന്റെ എലമെന്റ്സുകൾ? ഒന്നാമത്തെ എന്താണ്? സിമ്പിൾസ് ആണ്. Okay. Symbols are those illustrations that are used to represent a particular meaning of something that people who share the same culture can easily recognize. അല്ലെ? ഒരു സൊസൈറ്റിയെ പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങളാണ് എന്ത്? സിമ്പിൾസ് എന്ന് പറയുന്നത്. സിമ്പിൾസ് ആർ ദോസ് ഇല്യൂസ്ട്രേഷൻ ദാറ്റ് ആർ യൂസ്ഡ് ടു റെപ്രസെന്റ് എ പെർട്ടിക്കുലർ മീനിങ്. അല്ലെ? ഒരേ കൾച്ചർ പങ്കിടുന്ന ആളുകൾക്ക് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന ചിലതിന്റെ ഒരു പ്രത്യേക മീനിങ്ങിനെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്ന ചിത്രങ്ങളാണ് സിമ്പിൾസ്. എക്സാമ്പിൾ ഇന്ത്യൻ ഫ്ലാഗ്. അല്ലെ? എന്താണ്? ഇന്ത്യൻ ഫ്ലാഗ് ഇന്ത്യക്കാരുടെ ഒരു കൾച്ചറിനെ കാണിക്കുന്ന ഒന്നാണ്. അടുത്ത എലമെന്റ് ആണ് ലാംഗ്വേജ്. എ സിസ്റ്റം ഓഫ് സിമ്പിൾസ്. A system of symbols that permits people to communicate with one another. അല്ലെ? എന്താ പറയുന്നത്? ലാംഗ്വേജിൽ എന്താ പറയുന്നത്? പരസ്പരം ആശയവിനിമയം നടത്താൻ ആളുകളെ അനുവദിക്കുന്ന ഒരു സിസ്റ്റം അല്ലെങ്കിൽ ചിഹ്നങ്ങൾ, അതിനെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അല്ലെ? കൾച്ചറിന്റെ ഒരു വെഹിക്കിൾ ആണ് ലാംഗ്വേജ്. ഇതിനടുത്തത് വാല്യൂസ് ആണ്. Culturally defines principle of desirability, goodness, beauty, and many other things that serves as broad guidelines or social living. Okay. ഇവിടെ എന്താ പറയുന്നത്? വാല്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗുഡ് ആയ കാര്യങ്ങൾ, ഇതാണ് നല്ലതെന്ന് സൊസൈറ്റിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കാര്യങ്ങൾ. അല്ലെ? സാംസ്കാരികമായിട്ട് അഭികാമ്യമുള്ള അല്ലെങ്കിൽ സാംസ്കാരികപരമായിട്ട് ഡിസൈറബിലിറ്റി, ഗുഡ്നെസ്, ബ്യൂട്ടി, അതിൻ്റെയൊക്കെ പ്രിൻസിപ്പിൾസ് ഡിഫൈൻ ചെയ്യാം. അല്ലെ? അപ്പൊ അതിനെയാണ് നമ്മൾ വാല്യൂസ് എന്ന് പറയുന്നത്. Then what you mean by belief? Certain words that people hold to be true. അല്ലെ? എന്താണ്? ആളുകൾ സത്യമെന്ന് കരുതുന്ന ചില വാക്കുകൾ വിശ്വസിക്കുക. ഒരു കൾച്ചറുള്ള വ്യക്തികൾ എല്ലാം ശരി എന്ന് വിശ്വസിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് ബിലീഫ്. ഇതിനടുത്ത് നോംസ് ആണ്. റൂൾസ് ആൻഡ് എക്സ്പെക്ടേഷൻ ബൈ വിച്ച് എ സൊസൈറ്റി ഡിറക്ട് ദ കണ്ടക്ട് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്. അല്ലെ? ഒരു സമൂഹം അംഗങ്ങളുടെ പെരുമാറ്റത്തെ നയിക്കുന്ന മാനദണ്ഡങ്ങൾ, നിയമങ്ങളും പ്രതീക്ഷകളും. അല്ലെ? റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഒരു സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഇത്രയാണ് നമുക്ക് കൾച്ചറിൽ ഫസ്റ്റ് പറയാനുള്ള ഡെഫിനേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ എലമെന്റ്സ്. Then move on to the next part, types of culture. അല്ലെ? ഏതൊക്കെയാണ്? മെറ്റീരിയൽ ആൻഡ് നോൺ മെറ്റീരിയൽ കൾച്ചർ ഉണ്ട്. അല്ലെ? മെറ്റീരിയൽ കൾച്ചർ എന്താണ്? മെറ്റീരിയൽ കൾച്ചർ refers to the physical object, resources and spaces that people use to define their culture. Example, homes, cities, schools, churches, temples, mosque, offices. അല്ലെ? മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകൾ അവരുടെ സംസ്കാരം നിർവചിക്കാൻ ഉപയോഗിക്കുന്ന ഭൗതിക വസ്തുക്കൾ. അല്ലെ? അതൊരു പക്ഷെ എന്തായിരിക്കാം? ഹോം, സിറ്റി, സ്കൂൾ, ചർച്ച്, അങ്ങനെ എന്തുമാകാം. ദെൻ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്താണ്? refers to the non-physical ideas that people have about their culture, including beliefs, values, rules, norms, morals. അല്ലെ? എന്താണ്? നോൺ ഫിസിക്കൽ ഐഡിയാസ്, അതായത് ഒരാളുടെ ബിലീഫ്, വാല്യൂ, റൂള്, നോമ്, ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് നോൺ മെറ്റീരിയൽ കൾച്ചർ. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് മെറ്റീരിയൽ കൾച്ചർ. എന്തൊക്കെയാണ് മെറ്റീരിയൽ കൾച്ചറിന്റെ ഇമ്പോർട്ടൻസ്? ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റേഷൻ. ഇറ്റ് സെർവ്സ് ആസ് physical records of history, providing evidence of past societies, events and lifestyles. അല്ലെ? പാസ്റ്റ് ഇവന്റ്സിനെ കുറിച്ച് അറിവ് ലഭിക്കുന്നത് നമുക്ക് എങ്ങനെയാണ്? മെറ്റീരിയൽ കൾച്ചർ വഴിയാണ്. അല്ലെ? ചരിത്രത്തിന്റെ ഭൗതിക രേഖകളായിട്ട് ഇത് വർത്തിക്കുന്നു. മുൻകാല സമൂഹങ്ങൾ, സംഭവങ്ങൾ, ജീവിത രീതി എന്നിവയുടെ തെളിവുകൾ ഇത് നമുക്ക് തരുന്നു.
അടുത്തത് എന്താണ്? കൾച്ചറൽ എക്സ്പ്രഷൻ. Material culture offers insight into the aesthetic taste, religious practices, and technological powers of a society. ഒരു സൊസൈറ്റിയുടെ ടെക്നോളജിക്കൽ പവർ, അവരുടെ റിലീജിയസ് ബിഹേവിയർ, എസ്തെറ്റിക് ടേസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു പിക്ചർ എന്ത് ചെയ്യുന്നു? മെറ്റീരിയൽ കൾച്ചർ വഴി നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇൻഡസ് വാലി കൾച്ചറിലെ പോട്രീസ് അല്ലെ, അതവരുടെ കൾച്ചർ എക്സ്പ്രഷൻ ആയിരുന്നു. ഇതിനടുത്താണ് ഐഡന്റിറ്റി റെപ്രസെന്റേഷൻ. Objects like national flag, traditional clothing, and monuments often symbolize a culture's identity and heritage. അല്ലെ, എന്താ പറയുന്നത്? ദേശീയ പതാക, പരമ്പരാഗത വസ്ത്രങ്ങൾ, സ്മാരകങ്ങൾ തുടങ്ങിയ വസ്തുക്കൾ പലപ്പോഴും ഒരു സംസ്കാരത്തിന്റെ ഐഡന്റിറ്റിയെയും പൈതൃകത്തെയും ഹെറിറ്റേജിനെയും എന്ത് ചെയ്യുന്നു? ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, പ്രതീകപ്പെടുത്തുന്നു. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റേഷൻ, കൾച്ചറൽ എക്സ്പ്രഷൻ, ഐഡന്റിറ്റി റെപ്രസെന്റേഷൻ. Then what are the importance of non-material culture? എന്തൊക്കെയാണ്? സോഷ്യൽ കൊഹിഷൻ, ഷെയർഡ് നോംസ്, വാല്യൂസ് ആൻഡ് ബിലീവ്സ്, ഫോസ്റ്റർ എ സെൻസ് ഓഫ് കമ്മ്യൂണിറ്റി, എൻകറേജിങ് സോഷ്യൽ യൂണിറ്റി. അല്ലെ, എന്താണ് സോഷ്യൽ കൊഹിഷൻ? അല്ലെ, ഒരു വി ഫീലിംഗ് ഉണ്ടാവുക, അല്ലെ, ഒരു വി ഫീലിംഗ് ഉണ്ടാവുക. ഷെയർഡ് നോംസ്, വാല്യൂസ്, ബിലീവ്സ് ഇതൊക്കെ എന്ത് ചെയ്യുന്നു? എന്നിവ സമൂഹത്തിന്റെ ഒരു ബോധം വളർത്തുകയും സാമൂഹിക ഐക്യത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. രണ്ടാമത്തത് ബിഹേവിയർ റെഗുലേഷൻ ആണ്. സൊസൈറ്റൽ നോംസ് ഗൈഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ആൻഡ് ഹെൽപ്പ് മെയിൻറ്റെയിൻ സൊസൈറ്റൽ ഓർഡർ. അല്ലെ, ബിഹേവിയർ റെഗുലേഷൻ എന്താണ്? സാമൂഹിക മാനദണ്ഡങ്ങൾ വ്യക്തിഗത സ്വഭാവത്തെയും സഹായത്തെയും നയിക്കുന്നു, സാമൂഹിക ക്രമം നിലനിർത്തുന്നു. ഓരോ സൊസൈറ്റിയിലെ ആളുകൾക്ക് ഓരോ നോംസ് ആയിരിക്കും, അല്ലെ, ഓരോ നോംസ് ആയതുകൊണ്ട് ഓരോരുത്തരുടെ ബിഹേവിയർ നമുക്ക് എന്താണ്? റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനടുത്താണ് കൾച്ചറൽ കണ്ടിന്യൂറ്റി. ലാംഗ്വേജ്, ഫോക്ലോർസ്, ട്രഡീഷൻ ആൻഡ് ബിലീവ്സ് എൻഷുർ ദ ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചറൽ ഹെറിറ്റേജ് അക്രോസ് ജനറേഷൻ. അല്ലെ, നമ്മുടെ ലാംഗ്വേജ്, ഹെറിറ്റേജ് ഇതൊക്കെ എന്ത് ചെയ്യാണ്? തലമുറകളിലുടനീളം സാംസ്കാരിക പൈതൃകത്തിന്റെ കൈമാറ്റം ഉറപ്പാക്കുന്നു. ഓരോ ജനറേഷനിൽ നിന്നും മറ്റൊരു ജനറേഷൻ എന്ത് ചെയ്യുന്നു? കൾച്ചർ നമ്മൾ പ്രതിനിധീകരിക്കുന്നു. ഓക്കെ, അപ്പോൾ സോഷ്യൽ കൊഹിഷൻ, ബിഹേവിയർ റെഗുലേഷൻ ആൻഡ് കൾച്ചറൽ കണ്ടിന്യൂറ്റി. ദെൻ അടുത്തത് ഡിഫ്യൂഷൻ എന്താണെന്നാണ് പറയുന്നത്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ ലീഡിങ് ടു കൾച്ചർ ഗ്രോത്ത് ആൻഡ് കൾച്ചർ പാരലസ് വാസ് കോൾഡ് ഡിഫ്യൂഷൻ. അല്ലെ, ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്മിഷൻ ഓഫ് കൾച്ചർ, കൾച്ചറിന്റെ ട്രാൻസ്മിഷൻ ആണ്. ഇത് എന്ത് ചെയ്യുന്നു? കൾച്ചർ ഗ്രോത്തിലോട്ടും കൾച്ചർ പാരലലോട്ടും നയിക്കുന്നതിനെ നമ്മൾ ഡിഫ്യൂഷൻ എന്ന് വിളിക്കുന്നു. ദ കൾച്ചർ ക്രേസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ്? ഗ്രെയ്റ്റ്നർ, അങ്കർമാൻ, ഷ്മിഡ് ഇവരായിരുന്നു കൾച്ചർ ക്രേസ് സ്കൂളിന്റെ പ്രമുഖർ. ഇറ്റ് മീൻസ് അതെന്താണ് മീൻ ചെയ്യുന്നത്? കൾച്ചർ സർക്കിൾ ഓർ കൾച്ചർ ഡിസ്ട്രിക്റ്റ്. കൾച്ചർ സർക്കിൾ അല്ലെങ്കിൽ കൾച്ചർ ഡിസ്ട്രിക്ട് എന്നാണ് കൾച്ചറൽ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Various cultural complexes develop at various times in different parts of the world and later on diffuse over corresponding portions of the earth. Such diffusion is a continuous process and layers of diffuse in cultural traits may be identified in a culture. അല്ലെ, വിവിധ സംസ്കാര സമുച്ചയങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സമയങ്ങളിൽ വികസിക്കുകയും പിന്നീട് എന്ത് ചെയ്യുന്നു? അത് എർത്തിന്റെ അല്ലെങ്കിൽ വേൾഡിന്റെ പല ഭാഗങ്ങളിലോട്ട് വ്യാപിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലുള്ള ഡിഫ്യൂഷൻ ഒരു തുടർച്ചയായിട്ടുള്ള പ്രോസസ് ആയിട്ട് മാറുകയും കൂടാതെ എന്ത് ചെയ്യുന്നു? ഈ കൾച്ചറിൽ വ്യാപിച്ചിരിക്കുന്ന സ്വഭാവ സവിശേഷതയുടെ ഓരോന്നും എന്ത് ചെയ്യുന്നു? നമുക്ക് കൾച്ചറിലൂടെ മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യുന്നു. ഓക്കെ, diffuse in culture trait may be identified in a culture. Then അടുത്തതാണ് acculturation. When a whole way of life is in process of change under the influence of another culture.
രണ്ട് കൾച്ചർ വരുന്ന സമയത്ത് ഒരു കൾച്ചർ മറ്റു കൾച്ചറിനെ അഡോപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ എയും ബിയും എന്ന് പറയുന്ന കൾച്ചർ ഉണ്ട്. ബി എന്ന് പറയുന്നത് അഡോപ്റ്റഡ് ആയിട്ടുള്ള കൾച്ചറാണ്, എ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ടുള്ള കൾച്ചറാണ്. ഓക്കെ, അപ്പൊ അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റ് കൾച്ചർ അഡോപ്റ്റ് ചെയ്യുന്നതാണ്. then എന്താണ് അസിമുലേഷൻ? അണ്ടർ അസിമുലേഷൻ the two distinct group do not just compromise or otherwise agree to get along with each other. They become so much like each other that they are no longer distinguishable as separate groups. അല്ലെ, എന്താണ് അസിമുലേഷൻ എന്ന് പറഞ്ഞാൽ? എന്താണ്? കംപ്ലീറ്റ് ആയിട്ട് ഒരു കൾച്ചറിൽ മറ്റൊന്നിലേക്ക് മാറുക, അല്ലെ? കംപ്ലീറ്റ് ആയിട്ട് ഒരു കൾച്ചർ മറ്റൊന്നിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ അസിമുലേഷൻ എന്ന് പറയുന്നത്. അക്കൾച്ചറേഷൻ എന്താണ്? രണ്ട് കൾച്ചർ വരുന്ന സമയത്ത് ഒരു കൾച്ചർ മറ്റൊരു കൾച്ചറിനെ അഡോപ്റ്റ് ചെയ്യുക. അതൊരു 2-way പ്രോസസ് ആണ്. കൾച്ചർ കോണ്ടാക്ട് വേണം, എന്നാലേ അത് നടക്കൂ. അസിമുലേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? മറ്റൊരു കൾച്ചറിലോട്ട് മാറുക. ഇപ്പൊ എന്താണ് നമ്മുടെ പലതരത്തിലെ കൾച്ചർ ഒരു കൾച്ചറായിട്ട് മാറുക. ദെൻ എന്തൊക്കെയാണ് അക്കൾച്ചറേഷനും അസിമുലേഷനും തമ്മിലുള്ള ഡിഫറൻസ്? അക്കൾച്ചറേഷൻ ഒരു 2-way ട്രാൻസ്ഫർ ഓഫ് കൾച്ചർ ആണ്. കൾച്ചറിന്റെ 2-way ട്രാൻസ്ഫർ ആണ്. അസിമുലേഷൻ 1-way ട്രാൻസ്ഫർ ആണ്. അക്കൾച്ചറേഷൻ rather a quick പ്രോസസ് ആണ്. അസിമുലേഷൻ ഒരു സ്ലോ പ്രോസസ് ആണ്. ഓക്കെ, ദെൻ എന്തൊക്കെയാണ് അക്കൾച്ചറേഷനും അസിമുലേഷനും തമ്മിലുള്ള സിമിലാരിറ്റീസ്? ഡിറക്റ്റ് കോണ്ടാക്ട് ഓഫ് 2 സൊസൈറ്റീസ് നെസസറി. അല്ലെ, എന്താണ്? രണ്ട് സൊസൈറ്റിയിൽ ഡിറക്റ്റ് കോണ്ടാക്ട് ആവശ്യമാണ്. ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് എ ഗ്രൂപ്പ് പ്രോസസ്. അല്ലെ, ഇൻഡിവിജ്വൽ ലെവലിലും ഗ്രൂപ്പ് ലെവലിലും എന്ത് ചെയ്യുന്നുണ്ട്? അക്കൾച്ചറേഷനും അസിമുലേഷനും നടക്കും. അപ്പൊ അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞാല് നമുക്കൊരു കൾച്ചർ ഉണ്ട്, നമ്മൾ മറ്റൊരു കൾച്ചറിനെ കൂടി എന്ത് ചെയ്യുക? മറ്റൊരു കൾച്ചറിനെ കൂടി അഡോപ്റ്റ് ചെയ്യുക. അസിമുലേഷൻ എന്ന് പറഞ്ഞാല് ഒരു കൾച്ചറിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്തല്ലോ, ആ ഒരു കൾച്ചറിലോട്ട് നമ്മൾ മൊത്തത്തിൽ മാറുക, അതാണ് അസിമുലേഷൻ. പിന്നെ എന്താണ് എൻകൾച്ചറേഷൻ? എന്റെ കൾച്ചർ എന്ന് ആലോചിക്കുക കേട്ടോ. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഇന്റർണലൈസിങ് റൂൾസ്, വാല്യൂസ് ആൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് വൺസ് കൾച്ചർ. അല്ലെ, സോഷ്യലൈസേഷൻ. അല്ലെ, ഒരു വ്യക്തിയുടെ സ്വന്തം കൾച്ചർ പഠിക്കുന്നതാണ് എൻകൾച്ചറേഷൻ. ഇറ്റ് ഈസ് ഗിവൺ ബൈ ഹെർസ്കോവിറ്റ്. ഹെർസ്കോവിറ്റ് ആണ് എന്ത് ചെയ്തത്? ഇത് ഗിവൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അക്കൾച്ചറേഷൻ, അസിമുലേഷൻ, എൻകൾച്ചറേഷൻ. ആൻഡ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അക്കൾച്ചറേഷൻ ആൻഡ് എൻകൾച്ചറേഷൻ? എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വൺസ് ഓൺ കൾച്ചർ, നമ്മുടെ കൾച്ചർ. അക്കൾച്ചറേഷൻ എന്താണ്? രണ്ട് കൾച്ചറിന്റെ അമാൽഗമേഷൻ ആണ്. എൻകൾച്ചറേഷൻ എന്താണ്? ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ റിക്വയർമെന്റ് ഓഫ് സർവൈവൽ. അല്ലെ, നമ്മുടെ സർവൈവലിന് വേണ്ട ഒരു എസെൻഷ്യൽ റിക്വയർമെന്റ് ആണ്. അക്കൾച്ചറേഷനോ ഇറ്റ് ഈസ് നോട്ട് ആൻ എസെൻഷ്യൽ റിക്വയർമെന്റ് ഓഫ് സർവൈവൽ. അല്ലെ, ഇതെന്താണ്? സർവൈവലിന് വേണ്ട. then എൻകൾച്ചറേഷൻ എന്താണ്? ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഫെമിലറൈസേഷൻ പ്രോസസ് ടു പെർട്ടിക്കുലർ കൾച്ചർ. അല്ലെ, എന്താണ്? ഒരു പെർട്ടിക്കുലർ കൾച്ചറിന്റെ ഫസ്റ്റ് ഫെമിലറൈസേഷൻ പ്രോസസ് ആണ്. അക്കൾച്ചറേഷനോ ഫസ്റ്റ് അല്ല, സെക്കൻഡോ തേർഡോ ഫെമിലറൈസേഷൻ പ്രോസസ് ആണ്. അതെന്താ പറയാൻ കാരണം? നമ്മുടെ കൾച്ചർ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ഫെമിലറൈസേഷൻ കൾച്ചർ, പിന്നീട് വരുന്ന കൾച്ചറൊക്കെ സെക്കൻഡോ തേർഡോ ആയിരിക്കും. ഓക്കെ, then എന്താണ് മൾട്ടി കൾച്ചറിസം? മൾട്ടി കൾച്ചറിസം എന്നാൽ കോ എക്സിസ്റ്റൻസ് ഓഫ് ഡിഫറെന്റ് കൾച്ചേഴ്സ് ഇൻ എ സിംഗിൾ സൊസൈറ്റി. ഒരു സിംഗിൾ സൊസൈറ്റിയിൽ ഡിഫറെന്റ് കൾച്ചർ കോ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് മൾട്ടി കൾച്ചറിസം. എത്നോസെൻട്രിസം എന്താണ്? ദ ടെൻഡൻസി ടു വ്യൂ യുവർ ഓൺ സൊസൈറ്റി ഓർ കൾച്ചർ ആസ് സുപ്പീരിയർ ആൻഡ് ദ സ്റ്റാൻഡേർഡ് ബൈ വിച്ച് അതർ സൊസൈറ്റീസ് ആൻഡ് കൾച്ചേഴ്സ് ആർ ജഡ്ജ്ഡ്. അല്ലെ, എന്താണ്? നമ്മുടെ കൾച്ചർ ആണ് അല്ലെ സെപ്പറേറ്റ് എന്ന് വ്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, നമ്മുടെ കൾച്ചർ സെപ്പറേറ്റ് ആണ് എന്ന് വ്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. അല്ലെ, ബ്രിട്ടീഷുകാർ ഇവിടെ ഇന്ത്യയിൽ വന്ന സമയത്ത് ഇന്ത്യക്കാരൊക്കെ അൺസിവിലൈസ്ഡ് ആണ്, ഞങ്ങളാണ് സുപ്പീരിയർ എന്ന് പറഞ്ഞു. അല്ലെ, അതാണ് എത്നോസെൻട്രിസം. then എന്താണ് സീനോസെൻട്രിസം? എന്താണ്? ഇറ്റ് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് എത്നോസെൻട്രിസം ആൻഡ് refers to the belief that another culture is superior to one's own. അല്ലെ, ഒരാൾ സ്വന്തം കൾച്ചറിനെ ഇൻഫീരിയർ ആയിട്ട് കാണാം. അല്ലെ, മറ്റൊരു കൾച്ചറാണ് സുപ്പീരിയർ, എന്റെ കൾച്ചർ നല്ലതല്ല എന്നതാണ് സീനോസെൻട്രിസം. then എന്താണ് സബ് കൾച്ചർ? ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ് that exists within a layer complex society as an identified segment
in terms of its beliefs, customs and values. അല്ലെ? ഇപ്പൊ ഇന്ത്യയിലെ സബ് കൾച്ചർ ആണ് ഹിന്ദു കൾച്ചർ, മുസ്ലിം കൾച്ചർ അല്ലെ. ഒരു സൊസൈറ്റിയിൽ പല ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള കൾച്ചർ ഉണ്ടാവുന്നതാണ് സബ് കൾച്ചർ. പിന്നെ എന്താണ് കൗണ്ടർ കൾച്ചർ? സബ് കൾച്ചർ ഈസ് നോട്ട് മിയർലി ഡിഫറെന്റ് ഫ്രം ബട്ട് ഇൻ ഓപ്പോസിഷൻ ടു ദ കൺവെൻഷണൽ ആൻഡ് അപ്രൂവ്ഡ് കൾച്ചർ ഓഫ് ദി സൊസൈറ്റി. ഡ്രഗ് കൾച്ചർ അല്ലെ. കൗണ്ടർ കൾച്ചർ എന്ന് പറഞ്ഞാല് ഒരു ഡോമിനന്റ് കൾച്ചർ ഉണ്ടാവുക ഒരു സൊസൈറ്റിയിൽ ഉള്ള കൾച്ചറിന് അതിന് നേരെ ഓപ്പോസിറ്റ് ആയി വരുന്ന കൾച്ചറിനെയാണ് നമ്മൾ കൗണ്ടർ കൾച്ചർ വരുന്നത്. ഇതിന് നമ്മൾ ഹിപ്പി കൾച്ചർ ഇതിനൊരു ഉദാഹരണമാണ്. യൂത്തിന്റെ ഇടയിൽ വരുന്ന ഡ്രഗ് കൾച്ചർ അല്ലെ. സൊസൈറ്റിയിൽ ഓൾറെഡി ഉള്ള കൾച്ചറിന് എതിരായിട്ട് വരുന്ന ഒരു കൾച്ചറാണ് ഡ്രഗ് കൾച്ചർ. ഇപ്പൊ മൾട്ടി കൾച്ചേഴ്സ് ഡിഫറെന്റ് കൾച്ചേഴ്സ് ഉണ്ടാവുക. എത്നോസെൻട്രിസ്റ്റ് ഞങ്ങളുടെ കൾച്ചറാണ് സുപ്പീരിയർ എന്ന് വിചാരിക്കുക. സീനോസെൻട്രിസം എന്നാൽ എന്താണ്? നമ്മുടെ കൾച്ചറിനെ ഇൻഫീരിയർ ആയിട്ട് കാണുക. സബ് കൾച്ചർ ഒരു സൊസൈറ്റിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സബ് കൾച്ചേഴ്സ് ഉണ്ടായിരിക്കും. കൗണ്ടർ കൾച്ചർ ഒരു സൊസൈറ്റിയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സൊസൈറ്റിയിലെ കൾച്ചറിന് ഓപ്പോസിറ്റ് ആയി വരുന്ന കൾച്ചറാണ് കൗണ്ടർ കൾച്ചർ. എന്താണ് കൾച്ചറോളജി? ലെസ്ലി വൈറ്റ് ആണ് കൾച്ചറോളജി എന്ന പദം കൊണ്ടുവന്നത്. കൾച്ചറിനെ കുറിച്ചുള്ള സയന്റിഫിക് സ്റ്റഡിയാണ് നമ്മൾ കൾച്ചറോളജി എന്ന് പറയാം. അടുത്തത് കൾച്ചറൽ ട്രാൻസ്മിഷൻ ആണ്. ഇറ്റ് ഈസ് എ പ്രോസസ് whereby elements of culture such as language, attitudes and beliefs are passed on from one generation to another. അല്ലെ? എന്താണ്? എല്ലാവർക്കും കൾച്ചർ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടിയതാണ് അല്ലെ. ജനറേഷൻ ടു ജനറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് കൾച്ചർ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടിയതാണ്. അതാണ് കൾച്ചർ ട്രാൻസ്മിഷൻ. അടുത്തത് കൾച്ചർ ട്രേറ്റ്. The simplest identifiable significant unit of a culture used in a particular analysis. അല്ലെ. കൾച്ചറിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡന്റിഫൈബിൾ സിഗ്നിഫിക്കന്റ് യൂണിറ്റ് ആണ് കൾച്ചർ ട്രേറ്റ് എന്ന് പറയുന്നത്. അടുത്തത് കൾച്ചർ കോംപ്ലക്സ്, an aggregate of കൾച്ചർ ട്രേറ്റ് അല്ലെ. കൾച്ചർ ട്രേറ്റിന്റെ ഒരു ആഗ്രിഗേറ്റ് എന്നറിയപ്പെടുന്നതാണ് കൾച്ചർ കോംപ്ലക്സ്. ദെൻ അടുത്തതാണ് ethos and ethos of culture. Ethos is the formal appearance of a culture derived from its constitution. Ethos is internal aspect given by Kale Krober. അല്ലെ. കേൽ ക്രോബർ ആണ് ഇത്തോസ് ആൻഡ് ഇഡിയോസ് എന്ന് പറയുന്ന കൾച്ചർ കൊണ്ടുവന്നത്. ഇവിടെ നമുക്ക് ഒരു ഉദാഹരണം പറയാം. ഇന്ത്യയിലെ കാസ്റ്റ് സിസ്റ്റം അല്ലെ. കാസ്റ്റ് സിസ്റ്റത്തില് രണ്ട് ഭാഗങ്ങളുണ്ട്. എന്താണ്? ഡിവിഷൻ ഓഫ് ലേബറും ഡിസ്ക്രിമിനേഷനും അല്ലെ. ഡിവിഷൻ ഓഫ് ലേബറും ഡിസ്ക്രിമിനേഷനും. ഈ ഡിവിഷൻ ഓഫ് ലേബർ ആണ് ഇത്തോസ്. കാരണം എന്താണ്? കാസ്റ്റ് സൊസൈറ്റിയില് എന്താണ്? കാസ്റ്റ് സൊസൈറ്റിയിൽ നമുക്ക് ഡിവിഷൻ ഓഫ് ലേബർ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇത്തോസ്. ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാൻ പറ്റത്തില്ല അല്ലെ. ഇദ്ദേസ് അതെന്താണ്? ഇന്റേണൽ ആസ്പെക്ട് ആണ്. അപ്പോൾ ഡിസ്ക്രിമിനേഷൻ എന്താണ്? ഇത്തോസ് ആണ്. ഓക്കെ. ഇത് കേൽ ക്രോബർ ആണ് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്. ഇതിനടുത്തതാണ് കൾച്ചർ ഓഫ് പോവർട്ടി. ദ വേ ഓഫ് ലൈഫ് ഡെവലപ്ഡ് ബൈ poor people and explanation for the existence of the poor themselves. അല്ലെ. ദരിദ്ര വികസിപ്പിച്ച ജീവിത രീതിയാണ്, ദരിദ്രയുടെ നിലനിൽപ്പുള്ള വിശദീകരണമാണ് കൾച്ചർ ഓഫ് പോവർട്ടി. ഓസ്കാർ ലൂയിസ് ആണ് ഈ ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. അടുത്തതാണ് കൾച്ചറൽ ഡിറ്റർമിനിസം അല്ലെ. കൾച്ചറൽ ഡിറ്റർമിനിസം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലെസ്ലി വൈറ്റ് ആണ്. അടുത്താണ് കൾച്ചറൽ സിംബൽസ് അല്ലെ. Objects and things which are endowed with a special meaning or significance by people. അല്ലെ. ആളുകൾക്ക് ഒരു പ്രത്യേക അർത്ഥമോ പ്രാധാന്യമോ ഉള്ള വസ്തുക്കൾ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കൾച്ചർ സിംബൽസ് എന്ന് പറയുന്നത് അല്ലെ. ദെൻ കൾച്ചർ കണ്ടീഷനിങ് എന്താണ്? The process whereby the thought and behavior of individuals in a given society are influenced by its culture. അല്ലെ. ഒരു നിശ്ചിത സമൂഹത്തിലെ വ്യക്തികളുടെ ചിന്തയും പെരുമാറ്റം അതിന്റെ സംസ്കാരത്താൽ സ്വാധീനിക്കപ്പെടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ കൾച്ചറൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇതിനടുത്തതാണ് കൾച്ചറൽ റിലേറ്റീവിസം. അല്ലെ. കൾച്ചറൽ റിലേറ്റീവിസം എന്താണ്? The concept that function, meaning and desirability of a trait depend upon its cultural settings. അല്ലെ. എന്താണ്? ഒരു സ്വഭാവത്തിന്റെ പ്രവർത്തന അർത്ഥവും ഡിസൈറബിലിറ്റിയും അതിന്റെ സാംസ്കാരിക ക്രമീകരണത്തെ
ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ് കൾച്ചറൽ റിലേറ്റീവിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് കൾച്ചറൽ ഏരിയ. കൾച്ചറൽ ഏരിയ എന്താണ്? Geographical area in which the society share common cultural features including language type and social organizational forms. Shared cultural features which are usually assumed to be related to fundamental features of the ecology of the area. അല്ലെ, ഭാഷാതരവും സാമൂഹിക സംഘടനാ രൂപങ്ങളും ഉൾപ്പെടെയുള്ള പൊതു സാംസ്കാരിക സവിശേഷതകൾ സമൂഹങ്ങൾ പങ്കിടുന്ന ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തിന്റെ പരിസ്ഥിതി അടിസ്ഥാന സവിശേഷതകളുമായി സാധാരണമായി ബന്ധപ്പെട്ടതായി കരുതപ്പെടുന്ന സാംസ്കാരിക സവിശേഷതകൾ. അല്ലെ, എന്താണ്? ഒരു ജോഗ്രാഫിക്കൽ ഏരിയ വിത്ത് സൊസൈറ്റി ഷെയർ കോമൺ കൾച്ചറൽ ഫീച്ചേഴ്സ്. അല്ലെ, കോമൺ കൾച്ചറൽ ഫീച്ചേഴ്സ് ഷെയർ ചെയ്യുന്ന സൊസൈറ്റിയിലെ ഒരു ജോഗ്രാഫിക്കൽ ഏരിയ. അവിടെ ലാംഗ്വേജ് ടൈപ്പ് ഇൻക്ലൂഡ് ചെയ്യുന്ന സോഷ്യൽ ഓർഗനൈസേഷൻ ഫോംസ് ഉൾക്കൊള്ളുന്നു. ഷെയർഡ് കൾച്ചറൽ ഫീച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഏരിയയുടെ എക്കോളജിയിലെ ഫണ്ടമെന്റൽ ഫീച്ചേഴ്സ് ആണ്. അടുത്താണ് കൾച്ചറൽ ബിയർ. അല്ലെ, എനി ഇൻഡിവിജ്വൽ എസ്പെഷ്യലി എ മൈഗ്രന്റ് who carries and thus diffuses cultural values and traits between societies. അല്ലെ, ഏതൊരു വ്യക്തിയും പ്രത്യേകിച്ച് ഒരു കുടിയേറ്റക്കാരൻ സമൂഹങ്ങൾക്കിടയിൽ സാംസ്കാരിക മൂല്യങ്ങളും സ്വഭാവങ്ങളും വഹിക്കുകയും അങ്ങനെ വ്യാപിക്കുകയും ചെയ്യുന്ന ആളാണ് കൾച്ചറൽ ബിയർ. ദെൻ കൾച്ചറൽ ഷോക്ക് എന്താണ്? The disruption of one's normal social perspectives as the result of confrontation with an unfamiliar or alien culture. അല്ലെ, ഒരു ഇൻഡിവിജ്വലിന് ഫീൽ ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ കൾച്ചറൽ ഷോക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ എന്താണ്? ഒരു ഇൻഡിവിജ്വൽ മറ്റൊരു കൾച്ചറിൽ എത്തുമ്പോൾ അപ്പൊ ഉണ്ടാവുന്ന ഒരു ഷോക്കിനെയാണ് നമ്മൾ കൾച്ചറൽ ഷോക്ക് എന്ന് പറയുന്നത്. അടുത്ത ടേമാണ് കൾച്ചറൽ ലാഗ്. അല്ലെ, കൾച്ചറൽ ലാഗ് എന്താണ്? കൾച്ചറൽ ലാഗ് by William Ogburn introduced the concept in his book Social Change published in 1920. കൾച്ചറൽ ലാഗ് എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത് വില്യം ഓഗ്ബേൺ ആണ്. അല്ലെ, വില്യം ഓഗ്ബേൺ അദ്ദേഹത്തിന്റെ പുസ്തകമായ സോഷ്യൽ ചേഞ്ചിലാണ് ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് പബ്ലിഷ് ചെയ്തത് 1920ലാണ്. ഓക്കെ, when the balance between the material and non-material culture is disrupted by rapid social change, the material culture changes rapidly and the non-material culture is left behind. അല്ലെ, എന്താണ്? മെറ്റീരിയൽ കൾച്ചർ നോൺ മെറ്റീരിയൽ കൾച്ചറിനെക്കാട്ടിലും ഒരുപാട് വേഗത്തിൽ സഞ്ചരിക്കും. നോൺ മെറ്റീരിയൽ കൾച്ചറിന്റെ അത്ര വേഗത്തിൽ എത്തില്ല എന്ത്? മെറ്റീരിയൽ കൾച്ചർ. അവിടെ ഒരു കൾച്ചറൽ ലാഗ് ഉണ്ടാകുന്നു. അല്ലെ, മെറ്റീരിയൽ കൾച്ചറും നോൺ മെറ്റീരിയൽ കൾച്ചറും പഠിച്ചു. അല്ലെ, മെറ്റീരിയൽ കൾച്ചർ എന്താണ്? ഭൗതികപരമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. നോൺ മെറ്റീരിയൽ നമ്മുടെ ബിലീഫ്സ് വാല്യൂസ് ആണ്. അപ്പോൾ മെറ്റീരിയൽ കൾച്ചർ നോൺ മെറ്റീരിയൽ കൾച്ചറിനെക്കാട്ടിൽ കൂടുതൽ എന്ത് ചെയ്യും? വേഗത്തിൽ സഞ്ചരിക്കും. അല്ലെ, മെറ്റീരിയൽ കൾച്ചർ വേഗത്തിൽ സഞ്ചരിക്കും. അപ്പൊ നോൺ മെറ്റീരിയൽ കൾച്ചർ അതിനൊപ്പം എത്തൂല. ഇപ്പൊ എന്തായിരിക്കും? സ്ത്രീകളുടെ വിവാഹ പ്രായം 18 നിന്നും 21 ആക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു നിയമം പുറപ്പെടുവിച്ചു. അല്ലെ, അത് വളരെ പെട്ടെന്നായി. പക്ഷെ ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അവരുടെ വിശ്വാസങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. അപ്പൊ മെറ്റീരിയൽ കൾച്ചർ വളരെ പെട്ടെന്ന് മാറും. അതിന്റെ ഒപ്പം എത്താൻ എന്താണ്? നമ്മുടെ നോൺ മെറ്റീരിയൽ കൾച്ചറിന് സാധിക്കില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനുള്ളത്. ഇതിൽ നോക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ: കൾച്ചർ എന്താണ്, അതിന്റെ ഡെഫിനേഷന് ബി മലിനോസ്കി, ടൈലർ, റോബർട്ട് ബിയേഴ്സിന്റെ ഡെഫിനേഷന്, ക്യാരക്ടറിസ്റ്റിക്സ് സോഷ്യൽ, ലേൺഡ്, ഷെയർഡ്, ട്രാൻസ്മിസീവ്, continuous, cumulative, consistent and integrated. Culture is dynamic and adaptive, gratifying, varies from society to society. Culture is super organic and ideational. Elements: symbol, language, values, belief, norms. Types: material, non-material. Importance of material, importance of non-material. Then diffusion എന്താണ്? കൾച്ചർ ക്രേസ് സ്കൂളിലെ പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്? ഗ്രാഫ്നർ, അങ്കർമക്സ്, ഷിമിഡ്. അല്ലെ, ദെൻ അക്കൾച്ചറേഷൻ. അല്ലെ, ആരാന്റെ കൾച്ചർ എന്ന് ആലോചിച്ചാൽ മതി. അല്ലെ, വേറെ ആരുടെ കൾച്ചർ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ അതിനെ സ്വീകരിക്കുക. അല്ലെ, അസിമുലേഷൻ എന്താണ്? മറ്റൊരാളുടെ കൾച്ചറൊക്കെ സ്വീകരിച്ച് കംപ്ലീറ്റ് ആയിട്ട് ആ കൾച്ചറിലേക്ക് മാറുന്നത് അസിമുലേഷൻ. അക്കൾച്ചറേഷനും അസിമുലേഷനും നമ്മൾ ബന്ധം
സിമിലാരിറ്റീസ്. എൻകൾച്ചറേഷൻ എൻ്റെ കൾച്ചർ, എറിസ്കോവിറ്റാണ് ഇത് ഗിവൻ ചെയ്തത്. എൻകൾച്ചറേഷനും അക്കൾച്ചറേഷനും തമ്മിലുള്ള മാറ്റങ്ങൾ. ദെൻ മൾട്ടി കൾച്ചറിസം എന്താണ് അല്ലേ? സൊസൈറ്റിയിൽ ഒരുപാട് ഡിഫറെന്റ് കൾച്ചേഴ്സ് കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എത്നോസെൻട്രിസം എന്താണ്? എത്നോസെൻട്രിസം എന്താണ്? നമ്മുടെ കൾച്ചർ സുപ്പീരിയർ ആണെന്ന് വിചാരിക്കുക. സീനോസെൻട്രിസം നമ്മുടെ കൾച്ചർ ഇൻഫീരിയർ ആയിട്ട് കാണുക. സബ് കൾച്ചർ ഒരു സൊസൈറ്റിയിൽ ഡിഫറെന്റ് ആയിട്ട് ഒരുപാട് കൾച്ചേഴ്സ് ഉണ്ടായിരിക്കും. കൗണ്ടർ കൾച്ചർ എന്താണ്? ഒരു സൊസൈറ്റിക്ക് ഓപ്പോസിറ്റ് ആയ കൾച്ചർ ഉണ്ടാവുക. കൾച്ചറോളജി കൾച്ചറിനെ കുറിച്ച് സയന്റിഫിക് ആയിട്ട് പഠിക്കുക. കൾച്ചർ ട്രാൻസ്മിഷൻ നമ്മളൊരു ജനറേഷൻ എന്നൊരു ജനറേഷനിലോട്ട് കൊണ്ടുവരാം. കൾച്ചർ ട്രേറ്റ് സ്വഭാവ ഗുണങ്ങൾ. കൾച്ചർ കോംപ്ലക്സ് എന്താണ്? കൾച്ചർ ട്രേറ്റിന്റെ ആഗ്രിഗേറ്റ്. ഇത്തോസ് ആൻഡ് ഇഡിയോസ്. ഇത്തോസ് എന്താണ്? നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇത്തോസ് നമുക്ക് കാണാൻ പറ്റും. അത് കൊണ്ടുവന്നത് കേൽ ക്രോബർ. കൾച്ചർ ഓഫ് പോവർട്ടി എന്താണ്? കൾച്ചർ ഓഫ് പോവർട്ടി പുവേഴ്സ് കൊണ്ടുവരുന്നത് അല്ലെ, പുവർ ആയിട്ടുള്ള ആളുകൾ കൊണ്ടുവരുന്നത്. ഓസ്കാർ ലൂയിസ് ആണ് ഇത് കൊണ്ടുവന്നത്. കൾച്ചർ ഡിറ്റർമിനൻസ് ലെസ്ലി വൈറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. സിമ്പിൾസ് ഉണ്ടായിരിക്കും അല്ലെ, ഓരോ വ്യക്തികൾക്ക് ഉണ്ടായിരിക്കും. കൾച്ചർ കണ്ടീഷനിങ്, കൾച്ചർ റിലേറ്റീവ്സ്, കൾച്ചർ ഏരിയ അല്ലെ, ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയ, കൾച്ചർ ബിയറർ, കൾച്ചർ ഷോക്ക്, കൾച്ചർ ലാഗ്. ഇത്രയും കാര്യങ്ങളാണ് കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.